ഈ യോഗത്തിൻ്റെ മുഖ്യ സംഘാടകനായി നമ്മളോടുകൂടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ട ജോസ് മാണിപ്പറമ്പിലച്ച, തലശ്ശേരി അതിരൂപതാംഗവും ഞങ്ങൾക്കെല്ലാവർക്കും അഭിമാനവും കേരളത്തിലെ വലിയൊരു വിഭാഗം വൈദികരുടെ ഗുരുനാഥനുമായ, ഇന്ന് ഇവിടെ പ്രകാശനം ചെയ്യപ്പെടുന്ന പുസ്തകങ്ങളുടെ രചയിതാവ് കൂടിയായ പ്രിയപ്പെട്ട ഡോക്ടർ തോമസ് മണ്ണൂരാമ്പറമ്പിലച്ച, സക്കറിയാസ് അച്ച, പ്രിയപ്പെട്ട മുനിസിപ്പൽ ചെയർപേഴ്സൺ ആലിസ്, പ്രിയ സഹോദരന്മാരെ, എല്ലാ പല മുഖങ്ങളും ഞാൻ പലയിടങ്ങളിലും വെച്ച് കണ്ടിട്ടുള്ളതാണ്. എല്ലാവരുടെയും പേരെനിക്ക് കൃത്യം ഓർത്തെടുക്കാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ. ഒരു കാലത്ത് ഞാൻ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ചുമതലക്കാരനായി വന്നപ്പോൾ ഏറ്റവും അധികം എൻ്റെ അടുക്കൽ വന്നിട്ടുള്ള ആളുകളാണ് വാസ്തവത്തിൽ ഇവിടെ ഇരിക്കുന്നവരിൽ പലരും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇതിനകത്ത് അപരിചിതത്വമൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. വാസ്തവത്തിൽ എന്നോട് പലരും അത്ഭുതത്തോടെ ചോദിക്കുകയുണ്ടായി, പിതാവ് എന്തിനാണ് മാണിപ്പറമ്പിലച്ഛൻ്റെ ഒരു പരിപാടിക്ക് പോകുന്നത്, അതിൻ്റെ വല്ല ആവശ്യമുണ്ടോ എന്നെന്നോട് ചോദിക്കും. പിതാവിനെ എതിരായി മാണിപ്പറമ്പിലച്ഛൻ എന്തെല്ലാം പറഞ്ഞു. മാണിപ്പറമ്പിലച്ഛൻ എന്തെങ്കിലും പറഞ്ഞോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ സോഷ്യൽ മീഡിയ ശ്രദ്ധിക്കുന്നയാളല്ലാത്തത് കൊണ്ട് നമുക്ക് അല്ലാതെ പല കാര്യങ്ങളും നേരെ മുഖതാവിൽ പറയുന്നവരെ കേൾക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ സോഷ്യൽ മീഡിയ ശ്രദ്ധിക്കുന്നയാളെ അല്ല. അതുകൊണ്ട് മാണിപ്പറമ്പിലച്ഛൻ എനിക്കെതിരായി എന്തെങ്കിലും പറഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇനി പറഞ്ഞാലും അത് ആശയപരമായ കാര്യങ്ങളാണ്. ആശയപരമായി മനുഷ്യർക്ക് യോജിക്കാനും വിയോജിക്കാനും സ്വാതന്ത്ര്യമുള്ളൊരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ആശയപരമായ വിഷയങ്ങളെ ആരും വ്യക്തിപരമായ വിഷയങ്ങളായിട്ട് എടുക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് ഒന്നാമതായിട്ട് നിങ്ങളോട് പറയാനുള്ളത്. നമ്മുടെ വിശുദ്ധ കുർബാനയെക്കുറിച്ച് ആണ് സത്യത്തിൽ നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ടത്. ഈ വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള നമുക്കിന്ന് ലഭ്യമായതിലെ ഏറ്റവും നല്ല പഠനം എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട തോമസ് മണ്ണൂരാമ്പറമ്പിലച്ഛൻ രചിച്ച നമ്മുടെ വിശുദ്ധ കുർബാനയുടെ വ്യാഖ്യാനം ആണ് എന്ന് പറയുന്നതിൽ എനിക്ക് വലിയ അഭിമാനവും സന്തോഷവും. ആ പുസ്തകത്തിൻ്റെ പരിഷ്കരിച്ച പതിപ്പ് പ്രകാശനം ചെയ്യുക അതൊരു വലിയ ശ്രമകരമായ ദൗത്യം. അത് എഴുതിയതിൽ മാത്രമല്ല, അത്രയും പേജുകളുള്ള പുസ്തകങ്ങൾ വീണ്ടും പബ്ലിഷ് ചെയ്യുക, അത് ഔട്ട് ഓഫ് പ്രിൻ്റായിപ്പോയി വർഷങ്ങളായിട്ട് കിട്ടാനില്ല. അപ്പോൾ ആ പുസ്തകം വീണ്ടും നമ്മുടെ കാലഘട്ടത്തിന് ആവശ്യമായ ആ ഗ്രന്ഥം ലഭ്യമാക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായൊരു കാര്യമാണ്. വാസ്തവത്തിൽ അത് ഏറ്റെടുത്തു എന്നുള്ളതും അത് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി മുൻകൈ എടുക്കുന്നു എന്നുള്ളതും ഞാൻ വിചാരിക്കുന്നു നമ്മുടെ സഭയ്ക്ക് വേണ്ടി മാണിപ്പറമ്പിലച്ഛൻ ചെയ്യുന്ന ഏറ്റവും നല്ല സേവനങ്ങളിൽ ഒന്നാണത്. ആ കാര്യത്തിൽ ഞാൻ അച്ഛനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ പരിശുദ്ധ കുർബാനയെക്കുറിച്ച് ഞാനും ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകം നിങ്ങൾക്ക് പൈസ കൊടുക്കാതെ വായിക്കാം. അത് ഗൂഗിൾ ബുക്സിൽ അവൈലബിൾ ആണ്. ക്രോസിംഗ് ദ ടെമ്പിൾ എന്നാണ്. അതായത് ഞാൻ ആ പുസ്തകത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന കാര്യം, നമ്മുടെ യഹൂദ മത ആചാരങ്ങളും നമ്മുടെ ഈസ്റ്റ് സിറിയൻ, നമ്മുടെ ഇപ്പോഴത്തെ ഈ ആരാധനാക്രമവും തമ്മിലുള്ള പാരസ്പര്യം, നമ്മുടെ ആരാധനാക്രമ പഠനങ്ങളൊക്കെ എന്നോട് പല പിതാക്കന്മാരും ആവശ്യപ്പെട്ടിട്ടാണ് ഞാനത് ചെയ്തത്. ആരാധനാക്രമ പണ്ഡിതന്മാരൊക്കെ ഒരു 3-ാം നൂറ്റാണ്ട് മുതലുള്ള ലിറ്റർജിക്കൽ എവല്യൂഷനെ കുറിച്ച് 4-ാം നൂറ്റാണ്ട് മുതലുള്ളത് സംസാരിക്കും. ബട്ട് വാട്ട് ഹാഡ് ടേക്കൻ പ്ലേസ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് ആൻഡ് ദ 4th സെഞ്ച്വറി എന്നുള്ളത് ഗൗരവമുള്ളൊരു വിഷയമാണ്. വിശുദ്ധ ബൈബിളിൽ നിന്ന് ഇത് 1-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ഒരു അനാഫറയാണ് നമ്മുടേത്. ഈശോ മിശിഹായുടെ 72 ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു അദ്ദായി എന്നും, ആ അദ്ദായി തോമാശ്ലീഹായോടൊപ്പമാണ് ശുശ്രൂഷ ചെയ്തത് എന്നും, ആ തോമാശ്ലീഹായുടെ ശിഷ്യ
പാരമ്പര്യത്തിൽ നിന്നാണ് ഈ അനാഫറ രൂപം കൊള്ളുന്നത് എന്നതും ചരിത്രപരമായ വസ്തുതയാണ്. ഇതെങ്ങനെയാണ് ഈ അനാഫറ യഹൂദ മതാചാരങ്ങളിൽ നിന്ന് ഇവോൾവ് ചെയ്ത് വന്നത്? അതായത് പഴയ നിയമത്തിൽ നിന്ന് പുതിയ നിയമത്തിലേക്കും പുതിയ നിയമം എങ്ങനെ അതായി മാറിയ അനാഫറയിലേക്കും കൈമാറ്റം ചെയ്യപ്പെട്ടു എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു പഠനമാണ്. അത് വിശുദ്ധ ഗ്രന്ഥത്തിലും ആരാധനാക്രമത്തിലും താല്പര്യമുള്ളവർക്ക് വായിക്കാവുന്ന. ഞാൻ ആരാധനാക്രമത്തോടോ പൗരസ്ത്യ സഭകളുടെ വിശുദ്ധ പാരമ്പര്യങ്ങളോടോ എനിക്ക് എന്തെങ്കിലും കൂറിൻ്റെ കുറവുണ്ട് എന്നാരെങ്കിലും സംശയിക്കുന്നുണ്ട് എങ്കിൽ അവർക്ക് ഈ പുസ്തകം വായിച്ച് എന്നെ വിലയിരുത്താവുന്ന. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ആരാധനാക്രമത്തിൻ്റെ സവിശേഷതയും ശ്രേഷ്ഠതയും അതിനെക്കുറിച്ച് നിങ്ങൾ ആരേക്കാളും കൂടുതൽ, മാണിപ്പറമ്പിലച്ചനേക്കാളും കൂടുതൽ അറിവുള്ള അല്ലെങ്കിൽ അതിനോട് താല്പര്യമുള്ള വ്യക്തിയാണ്. 1999 നമ്മുടെ സിനഡ് ഈ വിശുദ്ധ കുർബാന നടപ്പിലാക്കാൻ തീരുമാനമെടുത്തപ്പോൾ തലശ്ശേരിയിൽ 1991 മുതൽ ഇപ്പോൾ അർപ്പിക്കപ്പെടുന്ന രീതിയിലുള്ള കുർബാനയാണ് ചൊല്ലുന്നത് എന്ന് മാത്രമല്ല, അതായത് വൈദികനായിട്ട് ഇന്നേ വരെയും വേറൊരു രീതിയിലും കുർബാന ചെല്ലാത്തവർ എന്ന് ഉറപ്പിച്ച് പറയാൻ ഈ കൂട്ടത്തിൽ മണ്ണൂരാമ്പറമ്പിലച്ചനും ഞാനും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വേറെ ആരും ഞങ്ങളുടെ ആത്മാർത്ഥതയെ സംശയിക്കേണ്ട കാര്യം. പക്ഷേ സഭയിൽ ഇപ്പം നിങ്ങളിവിടെ പറഞ്ഞ ചില കാര്യങ്ങളിൽ നിന്ന് ചില തെറ്റിദ്ധാരണകൾ രൂപപ്പെടാൻ ഇടയുള്ളത് കൊണ്ട് ഞാൻ ഈ മീറ്റിങ്ങിൽ പങ്കെടുത്ത ആൾ എന്ന രീതിയിൽ ചില കാര്യങ്ങൾ വ്യക്തത വരുത്തേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണ്. ഒന്ന്, ഈ തൃശ്ശൂർ, ഇരിഞ്ഞാലക്കുട, പാലക്കാട് അത് ആ രൂപതകളൊക്കെയും നമ്മുടെ സഭയുടെ ഭാഗമാണോ എന്നൊക്കെ അച്ഛൻ സംശയം പ്രകടിപ്പിച്ചത് അതിശയോക്തിപരമായിരിക്കും. പക്ഷേ ഇത് ടി വിയിലൂടെ ഇത് കേട്ടേച്ചിട്ട് ആളുകൾ പോയി കഴിയുമ്പോൾ അതങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടാക്കരുത്. നമ്മുടെ തൃശ്ശൂർ പ്രൊവിൻസിലെ എല്ലാ രൂപതകളും സിറോ മലബാർ സഭയുടെ അഭിമാനമായ രൂപതകളാണ് എന്ന് ഞാൻ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറയുന്നു. ഈ രൂപതകളൊക്കെയും ചേർന്നതാണ്. ആശയപരമായി ചില കാര്യങ്ങൾ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസങ്ങളൊന്നും നമുക്ക് ഭിന്നിച്ച് മാറാനോ എതിർത്ത് തോൽപ്പിക്കാനോ അകറ്റി നിർത്താനോ ഉള്ള കാരണങ്ങളാണ് എന്ന് ഞാൻ ഒരു കാലത്തും വിശ്വസിക്കുന്നില്ല. എറണാകുളം അങ്കമാലി അതിരൂപതയെക്കുറിച്ച് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഈ അച്ഛനിവിടെ ഉയർത്തി കാണിച്ച ഈ തക്സ, ആ തക്സ അതേപടി അന്നാപ്പെസഹ തിരുനാൾ മുതൽ വിശുദ്ധീകരണത്തിൻ്റെ ബലിപീഠമേ എന്ന് പറയുന്ന ആ പ്രാർത്ഥന വരെയും ഇതേ തക്സ ഉപയോഗിച്ച് കുർബാന ചെല്ലുന്നവരാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർ. അവർ പുതിയൊരു തക്സ എഴുതിയുണ്ടാക്കുകയോ കണ്ടുപിടിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരെ ഒറ്റപ്പെടുത്തിയും കുറ്റപ്പെടുത്തിയും മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് ഈ പ്രശ്നം തീർക്കാൻ പറ്റില്ല. അത് നിങ്ങൾ ആദ്യമേ തന്നെ മനസ്സിലാക്കുക. അവരും കൂടി ചേർന്നതാണ് നമ്മുടെ അമ്മയായ സിറോ മലബാർ സഭ എന്ന് പറയുന്നത്. അവരെയും കൂടി ചേർത്ത് നിർത്തിക്കൊണ്ട് മാത്രമേ നമുക്ക് ഒരു സഭ എന്ന നിലയിൽ മുന്നോട്ട് നീങ്ങാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടിയാണ് നമ്മുടെ സിനഡ് ഇപ്രകാരം ചില തീരുമാനങ്ങളെടുത്തു. തീർച്ചയായും സിനഡ് ആഗ്രഹിച്ചിരുന്നത് എല്ലാവരും ഒരു മനസ്സോടെ ഈ കുർബാനക്രമം നടപ്പിലാക്കണം എന്ന് സിനഡ് ആഗ്രഹിച്ചു. അത് സത്യമാണ്. ആ ആഗ്രഹം സിനഡിനുണ്ടായിരുന്നു. ശ്ലൈഹിക സിംഹാസനത്തിന് അതുണ്ടായിരുന്നു. പരിശുദ്ധ മാർപ്പാപ്പായ്ക്ക്, വിശിഷ്യ ഫ്രാൻസിസ് മാർപ്പാപ്പായ്ക്കും അതുണ്ടായിരുന്നു. ആ അർത്ഥത്തിലാണ് പരിശുദ്ധ പിതാവ് നമുക്ക് നിർദ്ദേശങ്ങൾ തന്നത്. പരിശുദ്ധ പിതാവ് പറയുന്നത് എന്താണ്? സിനഡ് എന്ത് തീരുമാനിച്ചു അതെല്ലാവരും ചെയ്യണം. അതാണ് മാർപ്പാപ്പായുടെ നിലപാട്. അപ്രകാരം നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചു. ഇത് ആദ്യത്തെ ശ്രമമല്ല എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. 86 ആദ്യത്തെ ശ്രമം. 86 ശ്രമം വളരെ 2
അല്ലെങ്കിൽ 3 രൂപതകളിൽ മാത്രമായിട്ട് 86-ലെ ശ്രമം അവസാനിച്ചു. പിന്നീട് കുറേ കൂടി സ്വീകാര്യമാകും എന്ന വിചാരത്തിലാണ് 99-ൽ സിനഡ് ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനം നടപ്പിലാക്കുന്ന സാഹചര്യം വന്നപ്പോൾ ഒട്ടനവധി രൂപതകളിൽ വീണ്ടും അസ്വസ്ഥതകളും ഭിന്നതകളും ഉണ്ട്. അന്നത്തെ പിതാക്കന്മാർ കുറേ പേര് തീരുമാനിച്ചു, വഴക്കുകൂടി കുർബാന ചെല്ലരുത്, കലാപം ഉണ്ടാക്കരുത്, നമുക്കതുകൊണ്ട് തൽക്കാലത്തേക്ക് അതിന് എക്സെപ്ഷൻ കൊടുക്കാം എന്ന് തീരുമാനമെടുത്തു. ആ തീരുമാനം നടപ്പിലാക്കിയ രൂപതകളുണ്ട്. അന്ന് എറണാകുളം അങ്കമാലി രൂപത മാത്രമല്ല, ഒട്ടനവധി രൂപത, ഞാൻ ഒന്നിനെയും പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അതെല്ലാം തെറ്റായ തീരുമാനമായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അജപാലനപരമായ സാഹചര്യങ്ങളും വിഷമസന്ധികളും പരിഗണിക്കുമ്പോൾ അത്തരത്തിലുള്ള ചില തീരുമാനങ്ങൾ ആ സഭയ്ക്ക് എടുക്കേണ്ടി വരും. സഭയ്ക്ക് അപ്രകാരം തീരുമാനം എടുക്കാൻ പറ്റാതെ പോയൊരു സാഹചര്യത്തിൽ സംഭവിച്ചൊരു സംഭവം മാണിപ്പറമ്പിലച്ഛൻ ഇവിടെ സൂചിപ്പിക്കുകയുണ്ട്. അതായത് 1599 ഉദയംപേരൂർ സൂനകദോസ് ഇപ്രകാരം ഒരു നിയമം ഇവിടെ കൊണ്ടുവന്നു. ഉദയംപേരൂർ സൂനകദോസ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, പ്രൊപ്പഗാന്ത, വാദ്യവാദോ വിവാദങ്ങളുടെ ഒരു കൾമിനേഷൻ എന്ന് വേണമെങ്കിൽ പറയാവുന്ന അപ്രകാരമുള്ള ഡോമിനേസിസ് മെത്രാപ്പോലിത്തായിക്ക് ഇങ്ങനെ ചെയ്യാൻ അധികാരം ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളത് വേറൊരു തർക്കം. ഉണ്ടെന്ന് പറയുന്നവരും ഇല്ലെന്ന് പറയുന്നവരും ചരിത്രപരമായ തെളിവുകൾ ഹാജരാക്കാറുണ്ട്. ആ ഒരു പഴയ കാലത്തെ നമ്മളിപ്പോൾ വിലയിരുത്തുന്നതിൽ പ്രസക്തി ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ അന്ന് ഒരു പിളർപ്പിലേക്ക് സഭ നീങ്ങി. അതാണ് 1653 കൂനൻ കുരിശ് സത്യം. ആ കൂനൻ കുരിശ് സത്യത്തിലൂടെ പുത്തൻ കൂറുകാരും പഴയ കൂറുകാരും നമ്മുടെ സഭയിലുണ്ടായി. അതിനെ തുടർന്നുണ്ടായ പിളർപ്പ്, അവരുടെ ഇടയിൽ വീണ്ടും പിളർപ്പുകളുണ്ട്. അതാണ് യാക്കോബായ സഭയും ഓർത്തഡോക്സ് സഭയും ഉണ്ടായി. അവരിൽ നിന്ന് വീണ്ടും ആംഗ്ലിക്കൻ സ്വാധീനത്തിൽ രൂപം കൊണ്ടതാണ് മാർത്തോമാ സഭ എന്ന് നിങ്ങൾക്കറിയാം. സഭയുടെ ഈ ഭിന്നതകൾ നമുക്ക് ആയോ അല്ലയോ എന്ന് നമ്മൾ ചിന്തിക്കുക. നമ്മൾ മാർത്തോമാ ക്രിസ്ത്യാനികൾ എല്ലാവരും ഒരുമിച്ച് നിന്നിരുന്നെങ്കിൽ നമ്മൾ എത്രയോ ശക്തരായി തീരുമായിരുന്നു. പക്ഷേ അന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പിളർപ്പെങ്കിൽ പിളർപ്പ് എന്ന മട്ടിൽ കുറച്ച് പേര് മാറി നിന്ന്, കുറച്ച് പേരല്ല, വളരെ സംഘാതമായ ആവേശഭരിതരായൊരു വിഭാഗം മാറി നിന്നു. ആ മാറി നിൽപ്പിന് അതിന് കാരണമായത് ഒരു മെത്രാനെ കടലിൽ മുക്കിക്കൊന്നു എന്നൊരു കിംവദന്തിയുടെയും കൂടി പേരിലാണ്. ഏറെ കിഴക്കോട്ട് പോയവൻ പടിഞ്ഞാറെത്തി എന്ന് പറഞ്ഞതുപോലെ വാസ്തവത്തിൽ പൗരസ്ത്യ സുറിയാനി സഭ ചെന്ന് പാശ്ചാത്യ സുറിയാനി സഭയിൽ ചേർന്നു. അതാണ് വാസ്തവത്തിൽ അന്ന് സംഭവിച്ചത്. പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങളോടുള്ള എല്ലാ സ്നേഹവും ആദരവും നിലനിർത്തിക്കൊണ്ട് പറയുകയാണ്, ഈ സിറോ മലബാർ സഭയുടെ സിനഡ് ചില തീരുമാനങ്ങളിൽ, ചില നിലപാടുകളിൽ സാവകാശം കൊടുക്കുന്നുണ്ട് എങ്കിൽ അതിനൊരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ: ഈ സഭയിൽ ഇനിയൊരു ഭിന്നതയുടെ പിളർപ്പിൻ്റെ സ്വരം ഉണ്ടാകാൻ പാടില്ല. അതാണ് ഈ സിനഡിൻ്റെ സുചിന്തിതമായ തീരുമാനം. ഈ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ 2021 തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ 2021 മുതൽ സിനഡ് സർവാത്മന പരിശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് മുമ്പുള്ള പിതാക്കന്മാരും ഞാനും എല്ലാം ഈ വിഷയത്തിൽ വളരെ ആത്മാർത്ഥമായി പരിശ്രമം നടത്തി. പക്ഷേ ഇത് കലഹങ്ങളും ഭിന്നതകളും തെരുവ് യുദ്ധങ്ങളുമായി മാറുന്ന സാഹചര്യം വന്നപ്പോൾ ഈ നിർദ്ദേശം തന്ന പരിശുദ്ധ മാർപ്പാപ്പായോടും അതുപോലെ തന്നെ പൗരസ്ത്യ തിരുസംഘത്തോടും ആലോചന ചോദിച്ച് സിനഡിൻ്റെ പെർമനൻ്റ് സിനഡ് പിതാക്കന്മാരും പൗരസ്ത്യ തിരുസംഘത്തിലെ കർദിനാൾ ഗുജറോത്തി പിതാവും അതുപോലെ ആ സംഘത്തിലെ എല്ലാ മെത്രാന്മാരും ആ ഓഫീസ് കൂരിയ മുഴുവനും ഉൾപ്പെടുന്ന ഒരു മീറ്റിങ്ങിൽ എടുത്ത ഒരു തീരുമാനത്തിൻ്റെ ഭാഗമാണ് നമ്മൾ എന്ന് പറഞ്ഞാൽ സിനഡിൻ്റെ ഒരു തീരുമാനവും മാറിയിട്ടില്ല.
മറിച്ച് സിനഡിൻ്റെ തീരുമാനത്തിലേക്ക് എത്തുന്നതിന് നമുക്ക് ആവശ്യമായ സമയം എടുക്കാം. ഇത് ഫ്രാൻസിസ് മാർപ്പാപ്പ എഴുതിയ എഴുത്തിലും ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചറിയുന്നതിന് ആവശ്യത്തിന് സമയമെടുക്കാം എന്ന് മാർപ്പാപ്പ നമുക്ക് തന്ന എഴുത്തിനകത്തും ഉണ്ടായിരുന്നു. ആ എഴുത്തിൻ്റെയും കൂടി വെളിച്ചത്തിൽ നമുക്കെന്നും ഇങ്ങനെ തെരുവിൽ അച്ഛന്മാരും അൽമായരും കലഹിച്ച് നിന്നാൽ പോരാ. നമ്മളൊരു സഭയാണ്. ആ സഭയാണെന്ന ക്രിസ്തീയതയുടെ സാക്ഷ്യം നമ്മൾ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ളത് നമ്മൾ തീരുമാനമെടുത്തതാണ്. അപ്രകാരം ഒരു തീരുമാനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ നിലവിലുള്ള ഈ സാവകാശം എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് കൊടുത്തിരിക്കുന്നത്. അത് ഞാനെന്ന വ്യക്തി ഒറ്റയ്ക്കെടുത്ത തീരുമാനമോ അല്ലെങ്കിൽ ഏതെങ്കിലും മെത്രാണിച്ചന്മാർ ഏകപക്ഷീയമായെടുത്ത തീരുമാനമല്ല. ആരാടെല്ലാം ഈ വിഷയം ആധികാരികമായി ചർച്ച ചെയ്യേണ്ടതുണ്ടോ അവരോടെല്ലാം ചർച്ച ചെയ്ത് എടുത്ത ഒരു തീരുമാനമാണ്. ആ തീരുമാനത്തിലൂടെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഒരു സമാധാന അന്തരീക്ഷം ഒരു വിഭാഗത്തിൽ കൈവന്നു. അപ്പോൾ സിനഡിനോടൊത്തായിരിക്കും, പൂർണ്ണമായും ഞങ്ങളോടൊത്തായിരിക്കും എന്ന് ഞങ്ങൾ വിചാരിച്ച കുറേ പേര് ഇതിനെല്ലാം എതിരായി തീർന്നു. നിങ്ങളാണെന്ന് ഞാൻ പറയുന്നില്ല, അങ്ങനെ എതിരായി തീർന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഞാൻ നിങ്ങളെ ആരെയും വിധിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യല്ല. മറിച്ച് നിങ്ങളുടെ ആത്മാർത്ഥതയിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ചിന്താഗതിയുടെ പിൻബലത്തിൽ നിങ്ങളെടുക്കുന്ന നിലപാടാണ്. നിങ്ങൾക്ക് അപ്രകാരമുള്ള നിലപാടെടുക്കുന്നതിനുള്ള എല്ലാ അവകാശത്തെയും ഞാൻ ആദരവോടെ നോക്കിക്കാണും. അതുകൊണ്ടാണ് എനിക്കെതിരെ ആരെല്ലാം എന്തെല്ലാം സോഷ്യൽ മീഡിയയിൽ എഴുതിയാലും പറഞ്ഞാലും ഞാൻ ഒരിക്കലും ഒന്നിനും ആരോടും വഴക്കിന് വരാറില്ല. ഇന്നേ വരെ ഞാൻ നിങ്ങളോടൊന്നല്ല ഇങ്ങനെ എഴുതുന്ന ആരോടും കമാന്നൊരക്ഷരം മറുപടിയായി എഴുതിയിട്ടേയില്ല. സോഷ്യൽ മീഡിയയിൽ സംസാരിക്കാറുമില്ല. കാരണം എനിക്കറിയാം അതെല്ലാം അവർ പൂർണ്ണമായും ശരിയെന്ന് വിശ്വസിക്കുന്ന ഒരാശയത്തിൻ്റെ പിൻബലത്തിൽ നിന്നുകൊണ്ട് അവർ പറയുന്നതാണ് എന്നുള്ളത്. ഈ സഭയോടുള്ള നിങ്ങളുടെ സ്നേഹവും പരിശുദ്ധ കുർബാനയോടുള്ള നിങ്ങളുടെ കരുതലുമാണ് ഇപ്രകാരം നിങ്ങളെ പറയാൻ പ്രേരിപ്പിക്കുന്നത് എന്നെനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഇവിടെ മാണിപ്പറമ്പലച്ചൻ സൂചിപ്പിച്ചതുപോലെ എന്നാൽ ചിലർ വളരെ അതിരുവിട്ട് എഴുതാറും പറയാറും ഒക്കെ ഉണ്ട്. എന്നെയും പോലും എൻ്റെ പുറത്ത് ആഞ്ഞടിച്ച ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിൻ്റെ കൈവിരൽ പാടുകൾ എൻ്റെ പുറത്ത് ഒരു മാസത്തോളം മായാതെ കിടപ്പുണ്ട്. ആ ഒരു വ്യക്തി തന്നെ എൻ്റെ ഡ്രൈവറെ ചവിട്ടി വീഴ്ത്തുകയും എറണാകുളം അരമനയിൽ വെച്ച് ചവിട്ടി വീഴ്ത്തി അവൻ്റെ കഴുത്തിൽ ചവിട്ടി പിടിച്ചിട്ടുണ്ട്. ഇപ്രകാരമുള്ള സംഭവങ്ങളൊക്കെയും നടന്നതാണ്. ഇതെല്ലാം പലരുടെയും മുമ്പിൽ സംഭവിച്ച അതൊക്കെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട് ചിലരിതിനകത്ത് അനാവശ്യമായി നുഴഞ്ഞു കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ട്. അത്തരക്കാരെക്കുറിച്ച് നിങ്ങളും ജാഗ്രത പാലിക്കണം. അത്തരം ആളുകൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങും എത്താൻ സാധിക്കാതെ പോകും. പലപ്പോഴും അത്തരം വ്യക്തികളുടെ സമീപനങ്ങളും പ്രവർത്തനങ്ങളുമാണ് നിങ്ങളെപ്പോലെയുള്ള മനുഷ്യരുടെ നിലപാടുകളെ അപ്രസക്തമാക്കുന്നതോ അല്ലെ അവഗണിക്കാൻ ബന്ധപ്പെട്ടവരെ നിർബന്ധിതമാക്കുന്നതോ എന്ന സത്യവും കൂടി ഇതിൻ്റെ അനുബന്ധമായിട്ടും കൂടി നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ സിനഡെടുത്ത തീരുമാനം അത് മാറ്റമില്ലാത്ത തീരുമാനമാണ്. അതിനകത്ത് ആർക്കും ഒരു ആശങ്കയും വേണം. ആ തീരുമാനത്തിലേക്ക് നടന്നെടുക്കാൻ ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ എപ്പോഴും പറയാറുള്ളൊരാശയം നമുക്കെഴുതിയ എഴുത്തിലും പറഞ്ഞിട്ടുണ്ട്. ദ ടൈം ഈസ് ഗ്രേറ്റർ ദാൻ സ്പേസ് എന്ന് പറയും. ചില കാര്യങ്ങൾ സമയമെടുത്താണ് നമ്മൾ അതിൻ്റെ പ്രാദേശിക പ്രശ്നങ്ങളെ പരിഹരിക്കേണ്ടത്. സമയമെടുക്കാതെ എടുത്തിയാടി നമ്മൾ ചെയ്യുന്ന പല തീരുമാനങ്ങളും പലപ്പോഴും നമ്മളുടെ സഭയെ ഭിന്നതയിലേക്ക് നയിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാൻ അന്ന് പറഞ്ഞത്. ഈ കൊങ്കാറ് എന്ന് പറഞ്ഞ് US കൊങ്കാറ് രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ഏറ്റവും പ്രഗത്ഭനായ എക്ലേസിയോളജിസ്റ്റാണ്. കൊങ്കാറ്
പരിശുദ്ധാത്മാവിനെക്കുറിച്ച് എഴുതുന്ന ഒരു പുസ്തകത്തിൽ, ഞാൻ പറയുന്ന നുണയാണോ നിങ്ങൾ മാണിപ്പറമ്പലിനോട് ചോദിച്ച് മനസ്സിലാക്കിക്കൊള്ളു. കൊങ്കാറ് പറയുന്ന ഒരു ചോദ്യമുണ്ട്. സഭയിലെ ഏറ്റവും വലിയ പിളർപ്പ് എന്ന് പറയുന്നത് ഗ്രീക്ക് സഭ പിളർന്നതിനെക്കുറിച്ചാണ്. 1054 പാട്രിയാർക്ക് മൈക്കിൾ ചെർലാരിയൂസിൻ്റെ നേതൃത്വത്തിൽ ഗ്രീക്ക് സഭ പിളർന്നുപോയി. അതിനെയാണ് സഭ ദ ഗ്രേറ്റ് സ്കിസം എന്ന് പറയും. ആ പിളർപ്പിന് കാരണമായ വിഷയങ്ങൾ നിക്കിയ കോൺസ്റ്റാന്റിനോപ്പിൾ സൂനകദോസിനകത്ത് വിശ്വാസ പ്രമാണത്തിൽ തൊളേദോയിൽ കൂടി ഒരു പ്രാദേശിക കൗൺസില് ഫീലിയോക്കെ എന്ന വാക്ക് ചേർത്തു. പരിശുദ്ധാത്മാവ് പുത്രനിൽ നിന്നും പുറപ്പെടുന്നു, ആൻഡ് ഫ്രം ദ സൺ. അതാണ് ഈ ഫീലിയോക്കെ വിവാദം. ഈ വിവാദത്തിൻ്റെ പേരിലാണ് പിന്നീട് ഈ വലിയ പിളർപ്പുണ്ടാകുന്നത്. കൊങ്കാർ ഈ വിഷയത്തെക്കുറിച്ച് ഒരു സർവേ നടത്തി വിശ്വാസികളുടെ ഇടയിൽ. പരിശുദ്ധാത്മാവ് ആരിൽ നിന്ന് പുറപ്പെടുന്നു? പിതാവിൽ നിന്നാണോ പുത്രനിൽ നിന്നാണോ? 1000 പേരുടെ ഇടയിൽ കൊങ്കാർ സർവേ നടത്തി. സർവേയിൽ പങ്കെടുത്ത എല്ലാവരും പറഞ്ഞെന്നാണ്, പരിശുദ്ധാത്മാവ് എവിടെ നിന്ന് പുറപ്പെട്ടാലും ഞങ്ങൾക്ക് പരാതിയില്ല, പരിശുദ്ധാത്മാവ് ഉണ്ടല്ലോ, അത് മതി. സത്യത്തിൽ നമ്മൾ കലഹിച്ച പല വിഷയങ്ങളെക്കുറിച്ചുമുള്ള പിൽക്കാലത്തെ വിലയിരുത്തലിനെയാണ് ഞാൻ ഈ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, പിളർന്നു കഴിഞ്ഞാൽ, ഭിന്നിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ മുറിവുകൾ ഒരിക്കലും ഒന്നിച്ചു കൂട്ടുക സാധ്യമല്ല. മാർത്തോമാശ്ലീഹായുടെ സഭകൾ ഇന്ന് ഈ കേരളത്തിൽ തന്നെ 6 or 7 ആയിട്ട് പിളർന്നിട്ടുണ്ട്. അപ്രകാരം അതിനെ എന്തെങ്കിലും നമുക്ക് ഒന്നിച്ചു കൂട്ടാൻ പറ്റിയാൽ. അതുകൊണ്ട് സീറോ മലബാർ സഭയുടെ മക്കളെല്ലാവരും ഈ അമ്മയുടെ മക്കളായിട്ട് തന്നെ എല്ലാ കാലവും ഇവിടെ ഉണ്ടാകും. ഇവിടെ വിശുദ്ധ കുർബാന അർപ്പണത്തിൻ്റെ ഒരു ക്രമത്തെ, ഒരു റൂബ്രിക്കിനെ കുറിച്ച്, ഒരു ആചാരത്തെക്കുറിച്ച് ഒരു രൂപതയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് വ്യത്യാസം തന്നെയാണ്, ഞാൻ സമ്മതിക്കുന്നു. അത് ഒന്നും കലഹിക്കാനും ഭിന്നിക്കാനുമുള്ള വഴിയാണ് എന്ന് ഞാൻ ഒരു കാലത്തും ചിന്തിച്ചിട്ടില്ല, ഇപ്പോഴും ചിന്തിക്കുന്നില്ല, ഇനിയും ചിന്തിക്കുക. മറിച്ച് നമുക്ക് ഒരുമിച്ച് നടന്നാൽ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ യഥാർത്ഥ ലക്ഷ്യത്തിലെത്താൻ സാധിക്കും. അതുകൊണ്ട് ഞങ്ങൾ, നിങ്ങൾ എന്നും, മെത്രാന്മാർ എല്ലാവരും ഇതേക്കുറിച്ച് ഒരറിവുമില്ലാത്തവർ എന്നും ഒക്കെ സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും പലരും എഴുതാറും പറയാറുമുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പിതാക്കന്മാർ അത്യാവശ്യം ജ്ഞാനമുള്ളവരായിട്ട് തന്നെയാണ്. എനിക്ക് പിതാക്കന്മാർ അവർ സിനഡിൽ, ഞാൻ സിനഡിൻ്റെ സെക്രട്ടറി എന്ന നിലയിൽ ആ പിതാക്കന്മാർ പറയുന്ന കാര്യങ്ങളൊക്കെയും രേഖപ്പെടുത്തുന്ന ആളാണ്. അപ്പോൾ അവർ പറയുന്ന അഭിപ്രായങ്ങളൊക്കെ കേൾക്കുമ്പോൾ എനിക്കറിയാൻ സാധിക്കും നമ്മുടെ പിതാക്കന്മാരൊക്കെ എത്രയോ ജ്ഞാനത്തോടെയാണ് സംസാരിക്കുക, വിവേകത്തോടെയും പരിശുദ്ധാത്മ കൃപയോടെയുമാണ് സംസാരിക്കുക. സിനഡ് ഒരിക്കലും ഒരു ഭിന്ന സ്വരത്തിലോ കലഹത്തിൻ്റെ ഭാഷയിലോ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. കാരണം എന്താണ്? ആ സിനഡിൽ പരിശുദ്ധാത്മാവാണ് നയിക്കുന്നത് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ സിനഡിനെ അനുകൂലിക്കുന്നവരാണ് നിങ്ങളെല്ലാവരും. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾക്കെല്ലാവർക്കും ഒരു മനസ്സോടെ സഞ്ചരിക്കാം. ഒരുമിച്ചിരുന്ന് ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് പറഞ്ഞ് നമുക്ക് സംസാരിച്ച് പല കാര്യങ്ങളും തീർത്തെടുക്കാൻ പറ്റുന്ന വിഷയങ്ങൾ ഈ സഭയിലുള്ളൂ. ഈ സഭ ഇപ്പോൾ തകരുമെന്നും പിളരുമെന്നും ഒക്കെ ആരെങ്കിലുമൊക്കെ സഭയുടെ ശത്രുക്കൾ വിചാരിക്കുന്നുണ്ട് എങ്കിൽ ഈ സഭ ഒരിക്കലും തളരുകയില്ല. നരകവാതിലുകൾ ഒരിക്കലും പ്രബലപ്പെടില്ല എന്ന് നമ്മുടെ കർത്താവിൻ്റെ ആശീർവാദം കിട്ടിയ പരിശുദ്ധ കത്തോലിക്ക സഭയിൽ ഇനിയും ഒരു ഭിന്നതയും പിളർപ്പും ഉണ്ടാകുന്ന യാതൊന്നും സംഭവിക്കാൻ പാടില്ല എന്നുള്ള നിർബന്ധ ബുദ്ധി നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. നിങ്ങളുടെ എല്ലാവരുടെയും ചിന്താധാരകളെ ഞാൻ മാനിക്കുന്നു. നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളെക്കാളും ആത്മാർത്ഥമായി ഹൃദയത്തിൽ സൂക്ഷിക്കുന്നയാളാണ് ഞാൻ. പക്ഷേ ഒരു രൂപതയുടെ ചുമതല വഹിക്കുമ്പോൾ അത് അജപാലനപരമായ കണ്ണുകളിലൂടെയും കൂടി അത്തരം വിഷയങ്ങളെ നോക്കിക്കാണേണ്ടതുണ്ട്.
അല്ല എങ്കിൽ അത് തെരുവ് യുദ്ധങ്ങൾക്ക് കാരണമാവുകയുള്ളൂ. അതുകൊണ്ട് ആർക്കും ഗുണമില്ല, പിശാചിന് മാത്രമേ അതുകൊണ്ട് ഗുണമുണ്ടാവൂ. നമ്മൾ തമ്മിലടിച്ച് തകർന്നാൽ അതിൽ സന്തോഷിക്കുന്നത് സാത്താൻ മാത്രമായിരിക്കും. അതുകൊണ്ട് ആ ഒരു ചിന്തകൾ ആരെയെങ്കിലും പുറത്താക്കണമെന്നോ ആരെയെങ്കിലുമൊക്കെ തകർത്ത് കളയണമെന്നോ ഒന്നും നമ്മൾ ചിന്തിക്കരുത്. ഒന്നോ രണ്ടോ തവണ നിങ്ങളിൽ തന്നെ ചിലർ എന്നോട് ഫോൺ വിളിച്ചപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ട്, പിതാവ് ഞങ്ങളെ ശത്രുക്കളായി കരുതുന്നു, ഞങ്ങളെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഒരിക്കലും ഞാൻ ഒരാൾക്കും എതിരെ ഒരു ശത്രുതയും ഹൃദയത്തിൽ സൂക്ഷിക്കാത്തയാളാണ്. അതുകൊണ്ടാണ് എപ്പോഴെന്നെ കാണണമെന്ന് പറഞ്ഞാലും ഞാൻ അവർക്ക് അവൈലബിളാണ്. ഏത് പ്രോഗ്രാമിന് വിളിച്ചാലും ഞാൻ പോകാറുണ്ട്. എൻ്റെ മനസ്സിൽ ഒരാളോടും, ഞാനിത് സുവിശേഷം സാക്ഷിയാക്കി പറയുന്നു, ഒരാളോടും എനിക്കെതിരായി സംസാരിച്ചതിൻ്റെ പേരിൽ ഞാൻ കമാന്നൊരക്ഷരം എതിർത്ത് പറയുകയോ ആൾക്കെതിരായി ശത്രുത സൂക്ഷിക്കുകയോ ചെയ്യാറില്ല. ആകെ കൂടി 2 തവണ ഞാൻ നിയമപരമായി ചില വ്യക്തികളെ നേരിട്ടു. ഒന്ന്, എറണാകുളത്തെ വിഷയം എറണാകുളത്ത് നിർത്താതെ അത് തലശ്ശേരിയിലും കണ്ണൂരും ആ വിഷയവും കൊണ്ട് വന്ന ചിലരുണ്ട്. അത് അതിരുവിട്ട പ്രതികരണമാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. സഭയിലെ ഒരു പ്രാദേശിക വിഷയം പ്രാദേശികമായി തന്നെ നിലനിർത്തണം. അത് അതിര് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് അപകടമാണ്. അതുകൊണ്ട് പ്രശ്നമില്ലാത്ത മലബാറിൽ ഈ പ്രശ്നം കൊണ്ട് ചിലർ വന്നപ്പോൾ ഞാനതിനെ വിലക്കി. അത് ഒരു മേലധികാരി എന്ന നിലയിൽ ഞാൻ എടുക്കേണ്ട നിലപാടുകളുടെ ഭാഗമാണ്. അല്ലെങ്കിൽ മലബാറിലെ ആളുകൾ ഇതിനെതിരായി കയ്യാങ്കളിയിലേക്ക് പോകുന്നൊരു സാഹചര്യം വന്നപ്പോൾ ഞാനതിനെതിരായി പ്രതികരിച്ചു. രണ്ടാമതായി ഞാൻ നിയമ നടപടി സ്വീകരിച്ചു 2 കാര്യത്തിലാണ്. കത്തീഡ്രൽ പള്ളിയിൽ ദിവസങ്ങളോളം ആളുകൾ താമസം തുടങ്ങിയ സാഹചര്യത്തിൽ കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, വേണ്ട, ഈ വിഷയം നിയമപരമായി ഞാൻ പരിഹരിച്ചോളൂ. ഞാൻ കോടതിയിൽ പറഞ്ഞു, ഈ പള്ളി പരിശുദ്ധമായ സ്ഥലത്ത് നിന്ന് ഇങ്ങനെയുള്ള താമസം പാടില്ല, അവരെ ഇറക്കി വിടണം. കോടതി അവരെ ഇറക്കി വിട്ടു. ഈ 2 കാര്യങ്ങൾ ഒഴികെ, അത് രണ്ടും എൻ്റെ ഉത്തരവാദിത്വത്തിന് കീഴിൽ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് ഞാൻ നന്നായി പ്രാർത്ഥിച്ചാലോചിച്ചെടുത്ത തീരുമാനങ്ങളാണ്. ആ തീരുമാനങ്ങൾ ഒഴികെ വേറൊരു കാര്യത്തിലും ഞാൻ എതിരഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിലോ മറ്റെന്തിൻ്റെയെങ്കിലും പേരിലോ ആരോടെങ്കിലും വിരോധമോ വിദ്വേഷമോ ഞാൻ സൂക്ഷിക്കുകയില്ല. അത് അങ്ങനെ ചെയ്താൽ ഞാൻ ക്രിസ്തു ശിഷ്യനല്ല, എനിക്ക് പരിശുദ്ധ കുർബാന അർപ്പിക്കാൻ യോഗ്യതയില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നയാളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോട് അന്തിമമായി പറയാനുള്ളത്, നമ്മളെല്ലാവരും നമ്മുടെ അമ്മയായ സിറോ മലബാർ സഭയുടെ മക്കളാണ്. നമുക്ക് നമ്മുടെ പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള അറിവ് വളരെ പരിമിതമാണ്. ആ അറിവ് ശരിയായ രീതിയിൽ ആർജിച്ചെടുക്കുക. നമ്മളിങ്ങനെ ഈ കുർബാനയുടെ പേരിൽ വഴക്കുണ്ടാക്കുമെന്നറിയാവുന്നത് കൊണ്ടാണ് നമ്മുടെ കുർബാന സമാധാനത്തിൻ്റെ ആഘോഷം. നമ്മുടെ കുർബാനയിൽ ഏറ്റവും കൂടുതൽ പറയുന്നൊരു വാക്ക് എന്താണെന്നറിയാമോ? സമാധാനം. ശുശ്രൂഷ പറയും, പ്രാർത്ഥിക്കാൻ സമാധാനം നമ്മോടുകൂടെ, അല്ലേ? നമ്മളിങ്ങനെ വഴക്കുണ്ടാക്കരുത്, സമാധാനമായിട്ട് കുർബാനമെന്നാണ് ശുശ്രൂഷ പറയുന്നത്. അച്ഛൻ വിശുദ്ധ ബൈബിൾ എടുത്തുകൊണ്ടും അതുപോലെ ബൈബിളില്ലാതെയും തിരിഞ്ഞ് നിർവഹിക്കുന്നത് എങ്ങനെ? സമാധാനം നിങ്ങളോടുകൂടി. നമ്മൾ ഈ കുർബാനയുടെ പേരിൽ വഴക്കുണ്ടാക്കും എന്ന അദ്ദായി മാറി അനാഫറ എഴുതിയവർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഈ സമാധാനത്തിന് ഇത്രയും പ്രാധാന്യം നമുക്ക് കൈവന്നത് എന്ന് എനിക്ക് ചിലപ്പോൾ, ഞാൻ ഒരിക്കൽ സിനഡിലും ആ കാര്യത്തെക്കുറിച്ച് പറഞ്ഞതാണ്. നമ്മുടെ വിശുദ്ധ കുർബാന സമാധാനത്തിൻ്റെ ആഘോഷമാണ്. സമാധാനം എന്ന് പറഞ്ഞ ഒരു വെറും ഗ്രീറ്റിംഗ് അല്ല. നമ്മുടെ കുർബാനയിൽ സമാധാനമെന്ന് ഉത്ഥാനം ചെയ്ത ഈശോ പറയുന്നു. സമാധാനമെന്ന് പറഞ്ഞാൽ 4-ാം സുവിശേഷകൻ്റെ ഭാഷയിൽ, ഞാൻ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ തോമാസ് ശ്ലീഹായെ ഈശോയ്ക്ക് പ്രത്യക്ഷപ്പെടുന്ന ആ രംഗത്തെക്കുറിച്ചാണ് എൻ്റെ ഡോക്ടറൽ ഡിസർട്ടേഷൻ ഞാൻ എഴുതിയിട്ടുള്ളത്. ഈശോ സമാധാനം നിങ്ങളോടുകൂടെ എന്ന് പറയുമ്പോൾ അതൊരു ആശംസയല്ല. ഉത്ഥാനം ചെയ്ത ഈശോയുടെ പേരാണ് സമാധാനം. ഉത്ഥിതനായ ഈശോ നമ്മളോടുകൂടെ എന്നാണ് പ്രിയപ്പെട്ടവരെ അതിൻ്റെ അർത്ഥം. അതുകൊണ്ട്
ആരാധനാക്രമത്തിൻ്റെ പേരിൽ ഒരിക്കലും വഴക്ക് കൂടാൻ അനുവാദമില്ലാത്ത ഒരു സഭ ആരുടേതാണ്? നമ്മുടേതാണ്. നമുക്ക് അതുകൊണ്ട് ഈ ഞങ്ങൾ, നിങ്ങൾ, അവർ, ഇവർ എന്നുള്ള വിഭാഗീയതയൊക്കെ മാറ്റി നമുക്ക് ഒരുമിച്ച് നിന്നാൽ തീർച്ചയായും നമ്മുടെ സഭയിൽ വലിയ സമാധാനവും നമ്മൾ വിഭാവനം ചെയ്യുന്നതിനേക്കാളും വലിയ കൂട്ടായ്മയും ആരാധനാക്രമത്തിലെ ഐക്യവും സംഭവിക്കും എന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം. ആ ഒരു സ്നേഹത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് നടക്കാം. നിങ്ങളെല്ലാവരും ഇതിനു വേണ്ടി ആഗ്രഹിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരും പ്രവർത്തിക്കുന്നവരുമാണ് എന്നുള്ളതിനെ ഞാൻ സ്നേഹത്തോടെ മനസ്സിലാക്കുന്നു. എല്ലാവർക്കും നന്മകൾ നേരുന്നു. അതിന് ഏറ്റവും സഹായകമായ കാര്യമാണ് നമ്മുടെ പ്രിയപ്പെട്ട മണ്ണൂരാമ്പറമ്പിൽ അച്ഛൻ്റെ പുസ്തകം. ഞാൻ ഈ ഈസ്റ്റ് സിറിയൻ ആരാധനാക്രമത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, വലിയ വലിയ പണ്ഡിതന്മാരെല്ലാവരും അവരുടെ പുസ്തകം വായിച്ചപ്പോഴാണ്. പ്രിയപ്പെട്ട മണ്ണൂരാമ്പറമ്പിലച്ച, വി ആർ പ്രൗഡ് ഓഫ് യു. വി നോ ദാറ്റ് യു ആർ ദ സോഴ്സ് ഓഫ് അവർ ലിറ്റർജിക്കൽ സ്പിരിറ്റ്. തീർച്ചയായും അച്ഛൻ്റെ ക്ലാസ് കേട്ട് പഠിച്ചവരാണ് നമ്മുടെ ഈ സഭയിലെ പകുതിയോളം വൈദികർ. ഞാൻ ആലുവ സെമിനാരിൽ പഠിച്ചതുകൊണ്ട് അച്ഛൻ്റെ ശിഷ്യനാകാൻ എനിക്ക് ഭാഗ്യം കിട്ടിയില്ല. വടവാതൂർ സെമിനാരി പഠിച്ച മാണിപ്പറമ്പിൽ അച്ഛൻ ഉൾപ്പെടെ എല്ലാവരും ഈ മണ്ണൂരാമ്പറമ്പിൽ അച്ഛൻ്റെ ശിഷ്യന്മാരാണ്. അതുകൊണ്ട് തന്നെ മണ്ണൂരാമ്പറമ്പിൽ അച്ഛനെ എല്ലാവർക്കും ആദരവും സ്നേഹവും ബഹുമാനവും. അച്ഛൻ്റെ ഒരു പ്രത്യേകത ഞാൻ കണ്ടിട്ടുള്ള, അച്ഛൻ കാര്യങ്ങൾ പറയും, ഒരു വഴക്കിനും ആരോടും പോവുകയില്ല. ഇതാണ് ഇതിൻ്റെ സത്യം എന്ന് പറഞ്ഞ് അച്ഛൻ ഒരാളോട് ഒരു വഴക്കിനും പോയി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. സത്യം എന്താണ് എന്ന് പറയുക, ഇതാണ് സത്യം. സത്യത്തിന് സാക്ഷ്യം വഹിക്കുക. അതുകൊണ്ട് നിങ്ങളാരും കുർബാനയ്ക്ക് വേണ്ടി മരിക്കരുത്. എനിക്കതേ പറയാം. വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി നമ്മൾ ജീവിക്കണം. കാരണം ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനും വേണ്ടി ഈശോ സ്ഥാപിച്ചതാണ് നമ്മുടെ പരിശുദ്ധ കുർബാന. ഈ പരിശുദ്ധ കുർബാന ഇന്ന് നമുക്ക് ഈ പരിശുദ്ധ കത്തോലിക്ക സഭയിലുള്ളതിലേക്കും വെച്ച് ഏറ്റവും ശ്രേഷ്ഠവും മഹനീയവുമായ ആരാധനാക്രമം നമ്മുടെ അതായി മാറിയ അനാഫറയാണെന്നുള്ളത് നമ്മൾ പറയുന്നില്ല. ഓക്സ്ഫോർഡ് പണ്ഡിതന്മാരുടെ വിലയിരുത്തലാണ്. ദിസ് ഈസ് ദ ഫസ്റ്റ് ആൻഡ് ദ ബെസ്റ്റ് ഓഫ് ഓൾ പോസിബിൾ ഫോംസ്. അതുകൊണ്ട് സെബാസ്റ്റ്യൻ ബ്രോക്കിനെ പോലെയുള്ള ഓക്സ്ഫോർഡ് പണ്ഡിതന്മാർ നമ്മുടെ കുർബാനയെക്കുറിച്ച് എഴുതിയത് വായിക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടും. നമ്മുടെ വിശുദ്ധ കുർബാനയെ എത്ര ആഴത്തിലാണ് ലോകം മനസ്സിലാക്കുന്നത്, സ്നേഹിക്കുന്നത്, സ്വീകരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കുർബാന ശ്രേഷ്ഠമായതുകൊണ്ട് ഇതിൻ്റെ ശ്രേഷ്ഠത സാവകാശത്തിൽ എല്ലാവരും അംഗീകരിക്കും. ആർക്കും ഇതിനെ അവഗണിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തലശ്ശേരി അതിരൂപതാധ്യക്ഷൻ എന്ന നിലയിലും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ചുമതല സിനഡ് ഏൽപ്പിച്ചിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലും എറണാകുളം അങ്കമാലി അതിരൂപതയെ നമ്മുടെ സിറോ മലബാർ സഭയുടെ 1-ാം നമ്പർ രൂപത തന്നെയാണത്. ആ രൂപതയിൽ ആരാധനാക്രമത്തെ സംബന്ധിച്ച് ചില അഭിപ്രായാന്തരങ്ങളുണ്ട്. അതിനെ മനസ്സിലാക്കാനുള്ള ഹൃദയവിശാലത നമുക്കെല്ലാവർക്കും ഉണ്ടാവുക. അത് ആ ഒരു വിശാലതയിൽ നിന്ന് നമുക്ക് ഒരുമിച്ച് ഐക്യത്തിലേക്ക് നടക്കാൻ സാധിക്കും. അവിടുത്തെ അച്ഛന്മാരെ എല്ലാവരെയും കുറ്റപ്പെടുത്തിയും അവരെ അങ്ങേയറ്റം മോശക്കാരായി ചിത്രീകരിച്ചുകൊണ്ടും അവിടുത്തെ ആളുകൾ എല്ലാം ഈ ഒരു കുർബാനയുടെ നിലപാടിൻ്റെ പേരിൽ മാത്രം അവരെ നമ്മൾ അധിക്ഷേപിച്ചുകൊണ്ടും നമുക്ക് ഈ സഭയിൽ ഐക്യം കൊണ്ടുവരാൻ പറ്റില്ല എന്ന് പ്രിയപ്പെട്ടവർ, ഈ രണ്ട് പക്ഷത്തും പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിലും സിനഡിൻ്റെ സെക്രട്ടറി എന്ന നിലയിലും ഞാൻ ഉറച്ചു വിശ്വസിക്കും. നിങ്ങളതിനോട് യോജിച്ചാലും യോജിച്ചില്ലെങ്കിലും യോജിക്കാതിരിക്കാനുള്ള നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ഞാൻ ബഹുമാനിക്കുന്നു. പക്ഷേ നമുക്ക് ഒരമ്മയുടെ മക്കളായി, ഒരമ്മയുടെ മക്കളിൽ വ്യത്യാസങ്ങളില്ലേ, ആ വ്യത്യാസങ്ങളെ ആദരവോടെ നോക്കിക്കാണാനും നമുക്ക് മുന്നോട്ട് ഒരുമിച്ച് നടക്കാനും കഴിയട്ടെ
എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവർക്കും നന്മയും ദൈവാനുഗ്രഹങ്ങളും നേരുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ കൂടിവരവ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു.